ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയാം. സച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം സെറ്റിൽഡ് ആണ്. ഇതെൻ്റെ ബേബി മീവർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു ഫാമിലി ആയിട്ടൊരു ലഞ്ചിന് പോകാമെന്ന്. ഇപ്പം മമ്മിയുണ്ട്, സച്ചിയുണ്ട്, പിന്നെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ രണ്ട് മക്കളുണ്ട്, സച്ചിയുടെ കസിൻസ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കവടിയാറിലുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഔട്ടിങ് അല്ലെങ്കിൽ ലഞ്ച് ഡേറ്റ് അല്ലെങ്കിൽ ഡിന്നർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര മോസ്റ്റ് പ്രീഷ്യസ് മൊമെൻറ്റ്സ് ആണ്. ബിക്കോസ് ആഫ്റ്റർ മാരേജ് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ മാരേജിന് മുന്നേ ഞങ്ങൾ അങ്ങനെ ഫാമിലി ആയിട്ടങ്ങ് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ട്രിപ്സോ അല്ലെങ്കിൽ എന്താ പറയുക മൂവീസോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഞാൻ മൂവീസ് ഫാമിലി ആയിട്ട് പോയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മാരേജിന് മുന്നേ ഈ 2019 എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലായിരുന്നു, ഈ ടോവിനോ തോമസിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ. ഓക്കെ, അത് മമ്മി കുടുംബശ്രീയിലുണ്ട്. അപ്പം മമ്മിയും കുടുംബശ്രീയിലെ കുറെ ആന്റിമാരെല്ലാവരും കൂടെ പോയപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനും മമ്മിയും കൂടെ ഇരുന്നൊരു മൂവി കാണുന്നത്. മമ്മി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെങ്ങാണ്ട് ഈ നിറവല്ലേ അനിയത്തി പ്രാവോ അതേതാണ്ട് ഇറങ്ങിയപ്പം ഞാൻ കുഞ്ഞായിരുന്നപ്പോഴെങ്ങാണ്ട്, മീൻസ് 95-ലെങ്ങാണ്ട് ആ മൂവി ഇറങ്ങിയേക്കുന്ന ആ ടൈമിലെങ്ങാണ്ട് ഞാനാണെങ്കിൽ, എൻ്റെ കുഞ്ഞാണ് കേട്ടോ ഈ ബഹളം വെക്കുന്നത്, കാര്യമാക്കണ്ട, നോയ്സ് ഉണ്ടാവും. അപ്പോൾ അന്നെങ്ങാണ്ട് മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ മൂവി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ട് അങ്ങനെ ഞങ്ങൾ മൂവീസോ ട്രിപ്പോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞത് തന്നെയാണ് ഞാനിങ്ങനെ മൂവീസ്, ട്രിപ്പ്, സിനിമാസ്, ഫുഡ്, ഡ്രസ്സസ്, സത്യം പറഞ്ഞാൽ എല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ എക്സ്പ്ലോർ ചെയ്തത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് തന്നെയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളാണെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 മൂവീസ് കണ്ട ടൈമുണ്ട്. പക്ഷേ ഇപ്പോൾ ഡെലിവറിക്ക് മുന്നേ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയപ്പോഴും ഒക്കെ. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞാണ് ഒരു വട്ടം ഞങ്ങൾ പോയുള്ളൂ. കാരണം ഇവിടെ ഉറങ്ങൂല, പിന്നെ അങ്ങ് ബഹളമൊക്കെ വെക്കും. അപ്പം ഇന്ന് ഞങ്ങൾ സാറ്റർഡേയിൽ ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്, ദൈവത്തിനറിയാം എന്തോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഒരുപാട് അങ്ങ് പറഞ്ഞു പോയല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഓൾറെഡി ഞാനും സച്ചിയും പിന്നെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ചെറിയൊരു കപ്പ് കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈവനിങ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊരു ചെറിയൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്തു, ഫാമിലി മാത്രമായിട്ട്, ഞങ്ങളൊക്കെ മാത്രമായിട്ട്. ഓക്കെ, ബർത്ത്ഡേ എന്നോ ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ ഒരു കേക്ക് നമുക്ക് മുഖ്യമാണല്ലോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത് കുഞ്ഞുള്ള രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന് മുന്നേ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ വയറ്റിലാണ്. സെക്കൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ കഴിഞ്ഞ വർഷം അവൾക്കൊരു 7 മന്ത് ഒക്കെ ആയിരുന്നു. ഒന്നും അറിയത്തില്ല, മടിയിലിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 വയസ്സായി, കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അപ്പം ഞങ്ങൾ വിചാരിച്ചു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് സച്ചിക്ക് ജിമ്മിൽ പോകണം. ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊരു വെട്ടുകാട് ചർച്ച ഉണ്ടല്ലോ, ട്രിവാൻഡ്രം ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, അതുമല്ല അല്ലാത്തവർക്കും അറിയാം. കാരണം ഞാൻ പത്തനംതിട്ട ആണെങ്കിലും നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ ഈ ആൻറ്റിമാരൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ ടൂറൊക്കെ വന്നിട്ടുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകിട്ട് ഒന്ന് പള്ളിയിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 o'clock ഒക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഹെഡ്ഡാടി ചർച്ചിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. കാരണം ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലോ അല്ലെങ്കിൽ മോസ്കിലോ എവിടെ പോകാണല്ലോ നമുക്കൊരു ബ്ലെസ്ഡ് ഫീൽ കിട്ടുമല്ലോ, കുറച്ചുകൂടി നമ്മുടെ, കാരണം നമ്മളൊരു ന്യൂ ഏജിലോട്ട് വന്നതല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബ്ലെസ്ഫുള്ളായിട്ട് തുടങ്ങുന്ന ആയിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പം പള്ളി 10 o'clock ആയപ്പോഴേക്ക് അടച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോഴും ഒരു 10:30 ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പള്ളി കയറാൻ പറ്റില്ല, എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു കടൽ ഇച്ചിരി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറേ ആയി കണ്ടിട്ട്, ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പം മീവലിന് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്, ഇടയ്ക്ക് ഉണരും. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു സ്പെഷ്യൽ ഡേ നല്ല സ്പെഷ്യലായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നല്ല സ്പെഷ്യൽ ഡേയ്സ് ആയിരിക്കട്ടെ, സച്ചിക്ക് നല്ല ബ്ലെസ്ഡ് ലൈഫ് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കട്ടനൊക്കെ കുടിച്ച് ഞങ്ങളുടെ നൈറ്റ് ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഇപ്പം നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കോമൻസ് ഒക്കെ തന്ന് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.